പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു ചൊവ്വാഴ്ചയുടെ പകൽക്കാലം സമ്മാനിച്ച ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നതായിട്ടുള്ള എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനായിട്ടല്ല, നമ്മുടെ സമസൃഷ്ടികൾക്ക് വേണ്ടി കരയേണ്ടതിനാണ് ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. അനവധി വീഴ്ചകളും കുറവുകളും പോരായ്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അതൊന്നും കണക്കിടാതെ വണ്ണം ഈ 11 മാസവും നമ്മെ കാത്തു സൂക്ഷിച്ചത് സർവശക്തനായ ദൈവം മാത്രമാണ്. ഇന്ന് ഈ ഒരു പകൽക്കാലം ദൈവം നമുക്ക് ദാനമായി നൽകിയത് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ മറ്റു യാതൊന്നും നമുക്ക് സാധ്യമല്ല. എന്നാൽ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ്റെ ചെവിയും അവൻ്റെ കണ്ണും തുറന്നിരിക്കുന്നതായ അവൻ്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. കഴിഞ്ഞ വിശുദ്ധ ദിവസം ദൈവം നമ്മോട് സംസാരിച്ചതുപോലെ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിലായിട്ടാണ് ദൈവം ഈ ആലയം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചതൊന്നും ദൈവം നമുക്ക് ഇതുവരെയും നൽകാതിരുന്നിട്ടില്ല. അനവധി കുറവുകളും പോരായ്മകളും ഉണ്ട് എങ്കിലും ദൈവം അതൊന്നും കണക്കിടാതെ വണ്ണം ഇതുവരെയും നമ്മുടെ പ്രാർത്ഥന കേട്ടു, നമ്മെ വഴി നടത്തി. ഈ വർഷത്തിൻ്റെ അവസാന നാളുകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനിയൊരു വർഷം നമുക്കുണ്ടോ എന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ ഈ വർഷം പുറകിലേക്ക് നോക്കുമ്പോൾ കുറവുകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ആകേണ്ടതുപോലെ ആയിത്തീരുവാനോ ചെയ്യേണ്ടത് ചെയ്യുവാനോ ചെയ്യരുതാതെ ചെയ്യാതിരിപ്പാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാനോ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുവാനോ ദൈവത്തെ അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കുവാനോ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കേണ്ടതുപോലെ പ്രമാണിക്കുവാനോ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല. അതെല്ലാം സർവശക്തനായ ദൈവം നമ്മോട് ക്ഷമിക്കുമാറാകട്ടെ. ഇനിയുള്ള നാളുകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തിരുവോന്തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും കാഴ്ചതെല്ലാം കാട്ടുമുന്തിരിങ്ങയാകുന്നു. എന്നാൽ ഇനിയുള്ള കാലങ്ങൾ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായിട്ടുള്ള വൃക്ഷം പോലെ നമുക്ക് ഓരോരുത്തർക്കുമായി തിരുവാന്തക്കോണം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടതിനാണ്. നമ്മെ ദൈവം തിരഞ്ഞെടുത്ത് ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നത് സത്യദൈവം ആരാകുന്നു എന്ന് നമ്മെ അറിയിച്ച് നൽകിയത് അക്കരെ നാട്ടിലേക്ക് നാം യാത്ര ചെയ്യേണ്ടതിനാണ്. ദൈവവചനം പഠിപ്പിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് നിലനിൽക്കുന്നതായിട്ടുള്ള നഗരമില്ല, വരുവാനുള്ളത് അത്രേ ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്നുള്ള വചനം പോലെ ഇവിടെ നിലനിൽക്കുന്നതായ യാതൊന്നുമില്ല എന്നും നിലനിൽക്കുന്നതായ ഒരു പട്ടണമുണ്ട് എന്നും ആ പട്ടണത്തിലേക്ക് യാത്ര ചെയ്യണമെന്നും ആണ് ദൈവം നമ്മോട് ഓരോരുത്തരോടും സംസാരിച്ചിരിക്കുന്നത്. ആ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും ഇതുവരെയും മുന്നോട്ട് പോയത്. വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട് എങ്കിലും ആ യാത്രയിലാണ് നമ്മളിപ്പോഴുമായിരിക്കുന്നത്. എന്നാൽ ഈ യാത്രയിൽ ഒരു വില്ലൻ നമ്മോട് കൂടെയുണ്ട്.
അതാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം വായിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. ഈ യാത്രയിൽ ആദ്യം നല്ല ഉഷാറോടുകൂടെ യാത്ര ചെയ്യും. കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി മരിക്കണം, കർത്താവിന് വേണ്ടി അത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്രകാരം അനവധി ആഗ്രഹങ്ങളോടുകൂടെ വിശ്വാസത്തോടുകൂടെ ദൈവത്തോടുള്ള പൂർണ്ണ ഹൃദയത്തോടുള്ള സ്നേഹത്തോടുകൂടെ ഇറങ്ങിപ്പോകും, ഇറങ്ങി വരും. എന്നാൽ യാത്രയുടെ മധ്യത്തിൽ ക്ഷീണിച്ച് മടുക്കുന്നതായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവം ഇന്ന് ഈ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് ക്ഷീണിച്ച് മടുത്ത് നാം പിന്മാറിപ്പോകേണ്ടതിനല്ല, നാം തളരാതെ മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതിനാണ്. ഹല്ലേലൂയ. തളരാതെ മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ നാം ഒരുവനെ ധ്യാനിക്കുന്നവനായിരിക്കണം. ആരെയാണ് നാം നോക്കേണ്ടത്? ആരെയാണ് നാം ധ്യാനിക്കേണ്ടത്? ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. നാം ഒറ്റയ്ക്കല്ല, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് തോന്നും ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളത്. നമ്മുടെ ഉള്ളിൽ ക്ഷീണം വരും, മടുപ്പ് വരും, വിശ്വാസക്കുറവ് വരും, പിന്മാറുന്നതായിട്ടുള്ള അനവധി സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം അബ്രഹാമിനെ കുറിച്ച് ഇപ്രകാരം വായിക്കുന്നു, അവൻ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. രണ്ടാമത്തെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. തൻ്റെ നിർജീവത്വം അറിഞ്ഞിട്ടും സാറയുടെ നിർജീവത്വം മനസ്സിലാക്കിയിട്ടും അവൻ എന്ത് ചെയ്തു? അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. രണ്ട്, അവൻ സകല മഹത്വവും ദൈവത്തിന് കൊടുത്തു. മൂന്ന്, അവൻ എന്നോട് പറഞ്ഞതെല്ലാം നിവർത്തിപ്പാൻ മതിയായവൻ, ശക്തനായവൻ എന്ന് അവൻ പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം നമ്മോട് ഓരോരുത്തരോടും വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. ഓരോ വിശുദ്ധ ദിവസവും ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മോട് അറിയിക്കുന്നുണ്ട്. അനവധി വർഷങ്ങൾ ദൈവത്തിൻ്റെ ദാസനിലൂടെ നമ്മൾ അനവധി ഉപദേശങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ നാം പലപ്പോഴും മറന്നു പോകുന്നു. ആരാണ് നമ്മെ വിളിച്ചത്? ആരാണ് നമ്മെ തിരഞ്ഞെടുത്തത്? ആരാണ് നമ്മെ നിർത്തിയത്? ആരാണ് നമ്മെ വിളിച്ചത് എന്ന് നാം പലപ്പോഴും മറന്നു പോകുന്നവരാണ്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത്, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്നതായ പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നാം ഓടണം. നമ്മെ പുറകിലേക്ക് വലിക്കുന്നതായിട്ടുള്ള ഭാരങ്ങളുണ്ട്. കടഭാരങ്ങളായിരിക്കാം, കഷ്ടതകളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം. അങ്ങനെ അനവധി ചിന്താഭാരങ്ങളാൽ വലയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം വായിക്കുന്നു, സകല ഭാരവും, ഹല്ലേലൂയ, നിന്റെ ഭാരങ്ങളെല്ലാം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഞാൻ ഒരു നാളെ സമ്മതിക്കുകയില്ല. ഭാരങ്ങളെല്ലാം ചുമക്കുവാൻ നല്ലൊരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ഭാരങ്ങളെല്ലാം ചുമന്നൊഴിച്ചവനായ നല്ലൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സകല ഭാരവും, രണ്ട്, മുറുകെ പറ്റുന്നതായ പാപവും, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നന്മ ചെയ്യുവാൻ നമുക്ക് കഴിയുന്നില്ല. നാം ഇച്ഛിക്കാത്ത, ആഗ്രഹിക്കാത്ത, വെറുക്കണമെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും, നമ്മെ മുറുകെ പറ്റുന്നതായ പാപവും, നാം വിട്ടാലും നമ്മെ പിന്തുടരുന്നതായിട്ടുള്ള പാപത്തിന്റെ വഴികൾ
ദൈവവചനം പഠിപ്പിക്കുന്നു, മുറുകെ പറ്റുന്നതായിട്ടുള്ള പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടെ നാം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ഓടുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം, യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. നമുക്കൊരു ലക്ഷ്യം ദൈവം തന്നിട്ടുണ്ട്. അക്കരെ കാണുന്നതായ ആ പ്രകാശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര നാം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്നതായ പാപം വിട്ടുകൊണ്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഓട്ടം നാം സ്ഥിരതയോടെ ഓടുന്നവരായിരിക്കണം. 1 വർഷമോ 2 വർഷമോ 5 വർഷമോ അല്ല, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വരെയും നാം ആ ഓട്ടം സ്ഥിരതയോടെ ഓടുന്നവരായിരിക്കണം. നാം സ്ഥിരതയോടെ ആരാധിക്കുന്നവരായിരിക്കണം, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, സ്ഥിരതയോടെ വചനം വായിക്കുന്നവരായിരിക്കണം, സ്ഥിരതയോടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നവരായിരിക്കണം. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിനെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം. ദൈവവചനം പഠിപ്പിക്കുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഹല്ലേലൂയ. എല്ലാവരും ഓട്ടക്കളത്തിൽ ഓടുന്നെങ്കിലും ഒരുവൻ മാത്രമേ വിരുദ് പ്രാപിക്കുന്നുള്ളൂ. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. ഇവിടെ ഒരുവനല്ല, പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഓടുന്നതായിട്ടുള്ള, വിശ്വാസത്തോടുകൂടി ഓടുന്നതായ, ദൈവത്തെ മുറുകെ പിടിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും ആ വിരുദ് പ്രാപിപ്പാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും അത് ലഭിക്കും. ഹല്ലേലൂയ. ആർക്കാണ് അത് ലഭിക്കുന്നത്? അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കും. ഇന്ന് നമ്മുടെ പ്രത്യാശ എവിടെയാണ്? നമ്മുടെ പ്രിയം എവിടെയാണ്? നമ്മുടെ ജീവിതയാത്ര എങ്ങോട്ടാണ്? നാം ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ആരെയാണ് നാം നോക്കുന്നത്? എന്നാൽ ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു, അവനിൽ പ്രിയം വെച്ച, പ്രത്യാശ വെച്ച ഏവർക്കും അത് പ്രാപിപ്പാനായിട്ട് കഴിയും. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, അത് സ്വർഗരാജ്യം മാത്രമാണ്. ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞത്, കർത്താവിൻ്റെ വരവെങ്കിൽ മുൻനിരയിൽ ഞാൻ കാണും, നിങ്ങൾ എത്ര പേർ എന്നോടുകൂടെ കാണും. അപ്പോൾ കർത്താവിൻ്റെ വരവെങ്കിൽ മുൻനിരയിൽ കാണണമെങ്കിൽ ക്ഷീണിച്ച് മടുത്തു പോകാത്തവരായിരിക്കണം. 2, സകല ഭാരവും മുറുകെ പറ്റുന്നതായിട്ടുള്ള പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ നാം ഓടുന്നവരായിരിക്കണം. ഇടവും വലവും നോക്കിയാൽ ഓടുവാൻ സാധ്യമല്ല. നമ്മെ കൊണ്ടുവന്നവരെ നോക്കിയാൽ ഓടുവാൻ സാധ്യമല്ല. നാം മാതൃക കാണിക്കുന്നവരെ, മാതൃകയാക്കി വെച്ചവരെ നോക്കിയാൽ ഓടുവാൻ സാധ്യമല്ല. ദൈവവചനം പഠിപ്പിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ മാത്രം നീ നോക്കുക. ഈ ജീവിതയാത്രയിൽ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ, മടുത്തു പോകാതിരിക്കണമെങ്കിൽ, പിന്മാറി പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ യേശു മാത്രമായിരിക്കണം. ഇന്ന് നമ്മുടെ നായകൻ ആരാണ്? ഇന്ന് നാം ആരെയാണ് നായക സ്ഥാനത്ത് കാണുന്നത്? ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ ആകുന്നു എങ്കിൽ നിനക്ക് ലക്ഷ്യം വെച്ച ലാക്കിലേക്ക് എത്തുവാൻ സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ നായകൻ യേശു മാത്രമായിരിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നീ നോക്കുന്നവനായിരിക്കണം. വിശ്വാസത്തിന്റെ നായകനും 2 പൂർത്തി വരുത്തുന്നവനുമായ യേശുവിങ്കലേക്ക് നീ നോക്കണം. ആർക്കാണ് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുന്നത്? യേശുവിനെ നോക്കുന്നവർക്കാണ്.
ആരാണ് പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് കഴിയുന്നത്? പൂർത്തീകരിക്കുന്നവനായ ദൈവത്തിൽ ആശ്രയം വെക്കുന്നവർക്കാണ്. ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡികന്മാരോട് എന്ന പോലെ ശിശുക്കളായവരോട് എന്ന പോലെ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. കൊരിന്ത്യ സഭയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: ആത്മീകന്മാരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെയാണ് നിങ്ങളോട് സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അതിന്റെ താഴത്തെ വാക്യം: ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. താഴത്തെ വാക്യം: ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലോ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, എന്താണ്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടായിരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെയുള്ളവരുമല്ലയോ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നു. ഈർഷ്യ നമുക്കുണ്ടോ? പിണക്കം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ജഡീകന്മാരെ പോലെയാകുന്നു. കൊരിന്ത്യ സഭയോട് പൗലോസ് പറഞ്ഞത് അവർ മാനസാന്തരപ്പെടേണ്ടതിനാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ആരോടെങ്കിലും ഈർഷ്യയോ പിണക്കമോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുമാണ് ശോധന ചെയ്യേണ്ടത്. ഈ ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. അവസാനത്തെ ചൊവ്വാഴ്ചയുടെ പകൽക്കാലമാണ് ഇന്ന് നാം കടന്നു വന്നിരിക്കുന്നത്. ഇനി ഒരു വർഷം മുന്നോട്ടുണ്ടോ എന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. കർത്താവിൻ്റെ വരവാണോ, അതോ ലോകത്തിൻ്റെ അവസാനമാണോ, അതോ നമ്മുടെ അവസാനമാണോ എന്ന് പറയുവാൻ സാധ്യമല്ല. ഇന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനായി നാം ഓടേണം. അതിനാണ് ദൈവം നമുക്ക് ഈ വചനം നൽകിയിരിക്കുന്നത്. ഈർഷ്യയും പിണക്കവും നിങ്ങളുടെ ഇടയിലുണ്ട്. അതിന്റെ താഴത്തെ വാക്യം വായിക്കാം: ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ. ഇവിടെ ദൈവവചനം പഠിപ്പിക്കുന്നു. ഒരുത്തൻ പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, വേറൊരുത്തൻ പറയുന്നു ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. ഇവിടെ പക്ഷമില്ല. ഇവിടെ സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നീ നോക്കുക. പൗലോസിന്റെ പക്ഷത്തല്ല, അപ്പല്ലോസിന്റെ പക്ഷത്തല്ല, സർവശക്തനായ ദൈവത്തിന്റെ പക്ഷത്തായിരിക്കണം നമ്മുടെ ജീവിതമെന്ന് ഇന്ന് നിങ്ങളോട് അറിയിക്കുകയാണ്. ഒരുത്തൻ പറയുന്നു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരുത്തൻ പറയുന്നു ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ. അതിന്റെ താഴത്തെ വാക്യം: അപ്പല്ലോസ് പൗലോസ് ആർ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരത്രേ. നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാർ മാത്രമാണവർ. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുന്നു, അതിന് താഴത്തെ വാക്യം: ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ഹല്ലേലൂയ. ഞാൻ നടുവാൻ ഒരുവനെ ഏൽപ്പിച്ചിരിക്കുന്നു, അത് നനയ്ക്കുവാൻ ഒരുവനെ ഏൽപ്പിച്ചിരിക്കുന്നു, വളരുമാറാക്കുന്നവൻ ദൈവമാകുന്നു. ആ വചനം നമ്മെ പഠിപ്പിക്കുന്നത് നടുവാൻ ദൈവം ഏൽപ്പിച്ചതായ ദൈവത്തിന്റെ ആലയമാണ് ഈ പ്രാർത്ഥനാലയം. രണ്ടാമത്, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നനയ്ക്കേണ്ടതിനാണ്. നനച്ചാൽ മാത്രമേ അത് ദൈവത്തിന് വളർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ നനയ്ക്കുവാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. നാം നനയ്ക്കുന്നവരാണോ? നാം വളർത്തുവാൻ അവരെ ഒരുക്കുന്നവരാണോ? അതോ രണ്ട് പക്ഷത്തിലേക്ക് നയിക്കുന്നവരാണോ? അവരുടെ വിശ്വാസത്തെ അടിച്ചമർത്തുന്നവരാണോ? അവരെ വളരാൻ കഴിയാതെ വണ്ണം
നാം തടുക്കുന്നവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ശോധന ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ദൈവമത്രേ വളരുമാറാക്കിയത്. വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അതിനർത്ഥം ദൈവം നമുക്കൊരു അവസരം നൽകിയിരിക്കുക. അത് ദൈവത്തിന്റെ സ്നേഹമാണ്, നടുവാനും നനയ്ക്കുക എന്നുള്ളതും. ദൈവവചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ ആർത്തില്ല എങ്കിൽ ഈ കല്ലുകൾ എന്നെ ആർപ്പിടും. ഹല്ലേലൂയ. ദൈവത്തിന് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിപ്പാനായിട്ട് കഴിയും. എന്നാൽ ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള ഒരു അവസരം നാം അതിനെ ഉപയോഗിക്കുന്നവരായിരിക്കണം എന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നാം നടുന്നവരായിരിക്കണം, നാം നനയ്ക്കുന്നവരായിരിക്കണം. അതിനർത്ഥം നാം ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. യേശു തൻ്റെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയെങ്കിൽ നാം അപ്രകാരം ശുശ്രൂഷിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തവരാണ്. നാം മഹാനല്ല, നാം യോഗ്യനല്ല, നാം വെറും ശുശ്രൂഷക്കാർ മാത്രമാണ്. ആ ശുശ്രൂഷക്കാരുടെ പണി നനയ്ക്കുക, നടുക എന്നുള്ളതാണ്. ദൈവം നമ്മെ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് ഈ വിത്ത് പാകേണ്ടതിനും ഈ വിത്ത് നടേണ്ടതിനും ഇതിനെ നനച്ച് വളരുമാറാക്കുന്ന ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കേണ്ടതിനുമാണ്. നടുവാനും നനയ്ക്കുവാനുമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളർത്തുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നടലല്ല, നനയ്ക്കലുമല്ല, ദൈവമാണ് വളർത്തുന്നത്. നാം ആരെയും വളർത്തുവാൻ നോക്കേണ്ട. ദൈവം നമ്മെ ഏൽപ്പിച്ചതായിട്ടുള്ള വേല നാം വൃത്തിയായി ചെയ്താൽ മതി, വിശ്വസ്തയോടുകൂടി ചെയ്താൽ മതി. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ഓടിച്ചു വായിക്കാം. ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ, ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. അതിന്റെ താഴത്തെ വാക്യം, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് അത്രേ. ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയുള്ളവരെയാണ്. ദൈവത്തിന്റെ ആലയത്തിൽ ആക്കി വെച്ചതായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും വിശ്വസ്തതയോടു കൂടെയാണോ എന്നാണ് നമ്മൾ ശോധന ചെയ്യേണ്ടത്. ആരാധനയെങ്കിൽ വിശ്വസ്തതയുണ്ടോ? പ്രാർത്ഥനയിൽ വിശ്വസ്തതയുണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തിൽ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷകളിൽ വിശ്വസ്തതയുണ്ടോ? ആ വിശ്വസ്തതയാണ് ദൈവം അന്വേഷിക്കുന്നത്. നാം വിശ്വസ്തതയുള്ളവരായിരിക്കണം. നാം ദൈവത്തിന് പ്രയോജനമുള്ളവരായിരിക്കണം. ശുശ്രൂഷകന്മാരിൽ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് അത്രേ. അതിന്റെ താഴത്തെ വാക്യം, നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിനോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. എന്നാൽ ഇന്ന് വിധിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ ആലയത്തിൽ വിശ്വസ്തയോടുകൂടെ ശുശ്രൂഷിക്കേണ്ടതിനാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നാം ചെയ്യുന്നത് എന്താണ്? വിധിക്കുക. നമ്മൾ ഓരോരുത്തരും ശോധന ചെയ്യണം. ഞാൻ എന്താണ് ഈ ആലയത്തിൽ ചെയ്യുന്നത്? എന്നെ നടുവാനും നനയ്ക്കുവാനും ഏൽപ്പിച്ചിരിക്കുന്ന ഞാൻ ഇന്ന് വിധിക്കുന്നവനല്ലേ? അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് പ്രവർത്തിക്കുന്നത് ശരിയല്ല, അത് പറയുന്നത് ശരിയല്ല. ദൈവം നമ്മെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ഏക മനസ്സാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നടുക, നനയ്ക്കുക എന്നുള്ളത് നടുന്നവൻ്റെ ഉദ്ദേശം അത് വളരണമെന്നുള്ളതാണ്. നനയ്ക്കുന്നവൻ്റെ ഉദ്ദേശം അത് വളരണമെന്നുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്നതും അതിനെ വളർത്തേണമെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ പ്രവൃത്തി അതിനെ തളർത്തുന്നതാണോ? അതാണ് നാം ചിന്തിക്കേണ്ടത്. നാം നടുമ്പോൾ ദൈവമേ ഇത് വളരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ നടുന്നത്? നിങ്ങൾ നനയ്ക്കുമ്പോൾ ഇത് വളരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണോ നനയ്ക്കുന്നത്? അല്ലെങ്കിൽ ഈ ആലയം അല്ലെങ്കിൽ ഇവിടെ വരുന്നവർ പിന്മാറി പോകട്ടെ, ഇവിടെ ശരിയല്ല എന്നാണോ പറയുന്നത്? ഇവിടെ പലരും പറയുന്നുണ്ട്, ആത്മാവ് പോരാ, പഴയ പോലത്തെ ഒന്നുമില്ല. നിങ്ങൾ ശോധന ചെയ്യണം, നിങ്ങൾ പഴയ പോലെയാണോ?
നിങ്ങൾ ഓരോരുത്തരും ശോധന ചെയ്യണം. പഴയ പോലെയാണോ ദൈവം നിങ്ങളോട് സംസാരിച്ചതുപോലെയാണോ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത് എന്ന് നിങ്ങളാണ് ശോധന ചെയ്യേണ്ടത്. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ഒരു ആലയം, ഒരു ദാസൻ, ഒരു ദൈവം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാലയമാണോ ഉള്ളത്? നിങ്ങൾ ശോധന ചെയ്യണം, ഞാൻ ശോധന ചെയ്യണം. ഒരാലയമാണോ ഉള്ളത്? രണ്ടാമത്തെ കാര്യം, ഒരു ദാസനാണോ നിങ്ങൾക്കുള്ളത്? എത്ര ദാസന്മാരാണ് അല്ലേ? എത്ര ഉപദേശകന്മാരാണ് അല്ലേ? അതിനർത്ഥം ആരുടെയോ ഉപദേശം നീ കൈക്കൊള്ളരുത് എന്നുള്ളതാണ്. ആരുടെയൊക്കെ ഉപദേശമാണ് നിങ്ങൾ കൈക്കൊള്ളുന്നത്? ആരുടെയല്ല ഉപദേശമാണ് ഇവിടെ കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദൈവം വെറുതെയല്ല പറഞ്ഞത്, നീ എല്ലാവരെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് മുന്നമേ പറഞ്ഞത്, ഒരാലയം, ഒരു ദാസൻ, ഒരു ദൈവം. ഇന്ന് എത്ര ദൈവമുണ്ട്, എത്ര ആലയമുണ്ട്, എത്ര ദാസനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ശോധന ചെയ്യണം. ഇവിടെ ദൈവത്തിന്റെ ദാസനെ പൊക്കി വെക്കുന്നതായിട്ടുള്ള പലരുമുണ്ട്. ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെയാണോ ജീവിക്കുന്നത്? ഏതെങ്കിലും ഒരു കാര്യം മാത്രം എടുത്താൽ പോരാ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതുപോലെ എടുക്കുന്നവരായിരിക്കണം. ഒരു ദൈവം, ഒരു ദാസൻ, ഒരു ദാസനാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ഓരോരുത്തരോട് ചോദിച്ചാൽ പറയും, ഇവിടെ അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത്. കാരണം ദൈവവചനം പഠിപ്പിക്കുന്ന 4-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം, ഈ ആലയം ദൈവത്തിൻ്റെ ആലയമാണ്. ഇത് ദൈവത്താൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. പിന്നീട് അനേകം ഗുരുക്കന്മാരുണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാം. അനേകം ദാസന്മാർ നിങ്ങൾ ഓരോരുത്തരെയും ഉള്ളിലുണ്ടാകും എന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ദൈവം മുന്നമേ പറഞ്ഞത്, ഈ ആലയത്തിന്റെ ആരംഭത്തിങ്ങൾ തന്നെ പറഞ്ഞു, ഒരു ആലയം, ഒരു ദൈവം, ഒരു ദാസൻ, അതിനപ്പുറത്തേക്ക് നിങ്ങൾ പോകരുത്. ഈ ലോകത്തിൽ എവിടെ പോയാലും ഈ ആലയത്തിൽ വന്ന് നിങ്ങൾ ആരാധിക്കുന്നവരായിരിക്കണം. അതിനർത്ഥം ഇതുപോലെ ഒന്ന് ഇല്ല എന്നുള്ളതാണ്. ഇതുപോലെ ഒരു ദൈവമില്ല എന്നുള്ളതാണ്. ഇതുപോലെ തിരഞ്ഞെടുത്തൊരു ദൈവമില്ല എന്നുള്ളതാണ്. ഇതുപോലെ മാനിക്കുന്ന ഒരു ദൈവമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോയാലും നിങ്ങൾ എൻ്റെ ആലയത്തിൽ ആരാധിക്കണം. ഇന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കണമെന്ന് പറയുന്നുണ്ടോ? അത് നിങ്ങളുടെ സ്ഥലത്ത് അവിടെ നല്ല സഭ നോക്കി അവിടെ പോയി ആരാധിച്ചു എന്നാണോ പറയുന്നത്? ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും എൻ്റെ ആലയത്തിൽ നിങ്ങൾ ആരാധിക്കണം. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളും ആരാധിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കുവാൻ പറയുന്നവരായിരിക്കണം. ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ശോധന ചെയ്യേണ്ടത്. എപ്രകാരമാണ് ഞാൻ ദൈവത്തിൻ്റെ ദാസനെ പോലെ ഞാനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ദാസന് സ്ഥാനമുണ്ടോ? ഏതെങ്കിലും ഒരു ഭാഗം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. എല്ലാ ഭാഗവും നിങ്ങൾ ഒരുപോലെ ചെയ്യണം. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ക്ഷീണിച്ച് മടുത്തു പോകും, വളരുവാൻ സാധ്യമല്ല. ഇത് നടുക, നനയ്ക്കുക, എന്നാലാണ് ദൈവത്തിന് വളർത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. വളർത്തുന്നവരായിരിക്കണം. എവിടെയെങ്കിലും പോയി ആരാധിച്ചോ എന്നല്ല പറയേണ്ടത്. എന്നോട് കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ എവിടെ പോയാലും ഈ ആലയത്തിൽ വന്ന് നീ ആരാധിക്കണം എന്നുള്ളതാണ്. ഒരു ദൈവം, ഒരു ദാസൻ, ഒരു ആലയം, അത് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകണം. എല്ലാവരെയും എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരണം. അന്ത്യകാലത്ത് 2.5 കോടി ജനവും 5000 അപ്പോസ്തലന്മാരും ഉണ്ടാകണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് പോയി ആരാധിച്ചോ എന്നല്ല, ദൈവത്തിൻ്റെ ആലയത്തിൽ കടന്നു വന്ന് ആരാധിക്കണം. അതാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ വായിച്ചു കേട്ടത്, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. എന്നെ വിധിക്കുന്നത് കർത്താവാണ്. ഇന്ന് പലരും പല കാര്യങ്ങളും വിധിക്കുന്നുണ്ട്. ആരെന്തെങ്കിലും വിധിച്ചോട്ടെ, എനിക്കതിൽ യാതൊരു
ടെൻഷനുമില്ല, യാതൊന്നും എനിക്ക് ചിന്തിക്കുവാനുമില്ല. എന്നെ വിളിച്ചത് എൻ്റെ കർത്താവാണ്. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും വിളിച്ചത് കർത്താവാണ്. നമ്മെ വിധിക്കുവാൻ അധികാരവും ദൈവത്തിന് മാത്രമാണ്. നാം നമ്മെ ക്രമീകരിക്കുക, മറ്റാരെയും നോക്കേണ്ട. ആരുടെയും ഉപദേശം ഇവിടെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഉപദേശമാണ് വേണ്ടത്. ഒരു സഭയുടെയും ഉപദേശം ഇവിടെ കൊണ്ടുവരരുത്. ഒരു സഭയുടെ ഉപദേശം ഇവിടെ കൈക്കൊള്ളരുത്. ആ ഉപദേശം ആരിലും അടിച്ചേൽപ്പിക്കരുത്. ഇന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്രകാരം നിങ്ങൾ ചെയ്യുന്നവരായി തീരരുത്. എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് അതിൽ 5-ാമത്തെ വാക്യം, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. ഹൃദയങ്ങളുടെ ആലോചന വെളിപ്പെടുത്തും. അതിന്റെ താഴത്തെ വാക്യം വായിക്കാം. നിന്നെ വിശേഷിപ്പിക്കുന്നത് 7-ാമത്തെ വാക്യം. നിന്നെ വിശേഷിപ്പിക്കുന്നാർ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ദൈവം നിനക്ക് തന്നത് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, നന്മ കൊണ്ടല്ല. ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല. എൻ്റെ ദൈവം തന്നതല്ലാതെ ഒന്നും എനിക്കില്ല. ലഭിച്ചതല്ലാതെ എനിക്കെന്തുള്ളൂ? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി. ഇത്ര ക്ഷണത്തിൽ അപ്പോസ്തലനായ പൗലോസ് എത്ര വേദനയോടുകൂടിയാണ് ഈ വചനം പറയുന്നത്. ദൈവത്തിന്റെ ദാസൻ ഈ വചനം അനവധി നാളുകളിൽ കണ്ണുനീരോടുകൂടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി. നിങ്ങൾ തൃപ്തരായി. അവിടെ പൗലോസ് പറയുന്നത് ഞങ്ങളും നിങ്ങളും. ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ ഞങ്ങളും നിങ്ങളുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അതിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് ഇവിടെ വെച്ച് ഉപേക്ഷിക്കണം. അത് ഞാനായാലും അത് നിങ്ങളായാലും. ഇവിടെ പൗലോസ് വളരെ വേദനയോടുകൂടെ പറയുകയാണ്, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. അതിനർത്ഥം ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുന്നവരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സ്വയം തൃപ്തി പ്രാപിക്കുന്നു, മറ്റു പലയിടങ്ങളിൽ തൃപ്തിയോടുകൂടെ പോകുന്നു. ഇത്ര ക്ഷണത്തിൽ ഞങ്ങൾ തൃപ്തരായി. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി. ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നന്മാരായി, ആത്മാവുള്ളവരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. 3-ാമത്തെ കാര്യം, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. ഞങ്ങളെ കൂടാതെ നിന്നെ സുവിശേഷത്താൽ ജനിപ്പിച്ചതായിട്ടുള്ള ഈ പൗലോസിനെ കൂടാതെ നീ വാഴുന്നവരായി. കാരണം ഞാൻ യോഗ്യനായി, ഞാൻ പഠിച്ചു, ഞാൻ അറിവ് നേടി, എനിക്ക് ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ നേടി. അതുകൊണ്ട് നിങ്ങൾ കൊള്ളരുതാത്തവരും ഞങ്ങൾ വാഴുന്നവരും. ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് നല്ലത്, ഞങ്ങളാണ് കൊള്ളാകുന്നവർ, ഞങ്ങൾക്കാണ് ആത്മാവുള്ളത്, ഞങ്ങളാണ് പ്രാർത്ഥിക്കുന്നവർ. നിങ്ങളുടെ പ്രാർത്ഥന കുറവ്, നിങ്ങളുടെ വിശ്വാസം കുറവ്, നിങ്ങളുടെ സ്നേഹം കുറവ്. നീ പഠിപ്പിച്ചു എങ്കിലും, നീ ജനിപ്പിച്ചു എങ്കിലും, ഇപ്പോൾ നിന്നേക്കാൾ വലുത് ഞങ്ങളാണ്. ഇവിടെ വായിച്ചു കേട്ടത്, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തരായി, ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ സമ്പന്നരായി, ഞങ്ങളെ കൂടാതെ വാഴുന്നവരായി. ഞങ്ങളെ കൂടാതെ നിങ്ങൾ വാഴുന്നവരായി. അയ്യോ നിങ്ങളോടും കൂടെ ഞങ്ങളും വാഴേണ്ടതിന്, നിങ്ങളോടുകൂടെ ഞങ്ങളും വാഴേണ്ടതിന് നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ വാണു എങ്കിൽ കൊള്ളായിരുന്നു. ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്നത്, നിങ്ങളും ഞങ്ങളോടുകൂടെ, ഞങ്ങളും നിങ്ങളോടുകൂടെ വാണു എങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ അതിന്റെ താഴത്തെ വാക്യം, ഞങ്ങൾ ലോകത്തിന് ദൂതന്മാർക്കും മനുഷ്യർക്കും തന്നെ കൂത്തുകാഴ്ചയായി തീർന്നിരിക്കുക. ദൈവം അപ്പോസ്തലന്മാരായ ഞങ്ങളെ ഒടുക്കത്തവരായി മരണവിധിയിൽ ഉൾപ്പെട്ടവരെ പോലെ നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. ഒടുക്കത്തവരായി നിർത്തി എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. ഞങ്ങൾ ഭോഷന്മാരാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ. നിങ്ങളെല്ലാം വിവേകികളാണ്. ഞങ്ങൾ ബലഹീനർ. പൗലോസ് പറയുന്നു, ഞങ്ങൾ ഭോഷന്മാരാണ്. എൻ്റെ ഭോഷത്വത്താലുള്ള പ്രസംഗത്താൽ അനേകരെ രക്ഷിപ്പാൻ ഇടയായി തീർന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞങ്ങൾ ഭോഷന്മാരാണ്, നിങ്ങൾ വിവേകികളാണ്. ഞങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ ബലവാന്മാരാണ്. നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനരത്രേ.
എന്നാൽ അതിന്റെ 14-15 വാക്യത്തിൽ നിങ്ങളെ നാണിപ്പിപ്പാനല്ല എന്റെ പ്രിയ മക്കളോട് ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. എൻ്റെ പ്രിയ മക്കളോട് എന്ന പോലെ ഇന്ന് നമ്മൾ ആരും അകന്നു പോകുവാനല്ല, പ്രിയ മക്കളായി നാം തീരണം. അതിനർത്ഥം ഒരു മനസ്സോടുകൂടെ നിന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് വളരാത്തത്? എന്തുകൊണ്ടാണ് ഉയരാത്തത്? എന്തുകൊണ്ടാണ് ഇപ്രകാരം അവസ്ഥയിലേക്ക് പോകുന്നത്? എല്ലാവരും ഓരോരോ ഭാഗത്താണ്, എല്ലാവരും ഓരോരോ ചിന്താഗതികളോടുകൂടിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെയാണോ നാം ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെയാണോ നാം പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും? ദൈവവചനം നമ്മോട് പറഞ്ഞതിനൊത്ത വണ്ണമാണ് നാം പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും? നാം വിധിക്കുന്നവരായി, നാം വാഴുന്നവരായി, നമ്മൾ നല്ലവരെന്ന് പറയുന്നവരായി തീർന്നിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളുമാണ് ശോധന ചെയ്യേണ്ടത്. എന്നാൽ നല്ലവൻ ഒരുവൻ മാത്രം, അത് സർവശക്തനായ ദൈവം മാത്രമാണ്. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചവരെ മറക്കുന്നതായിട്ടുള്ള കാലം. ഹല്ലേലൂയ. അനേകം ഗുരുക്കന്മാരെ കൊണ്ടുവരുന്നതായിട്ടുള്ള കാലം, അനേക ഉപദേഷ്ടാക്കന്മാരെ കൊണ്ടുവരുന്നതായിട്ടുള്ള കാലം, അനവധി ഗുരുക്കന്മാരെ വിശ്വസിക്കുന്ന അവരുടെ വാക്കുകൾ പോലെ നടക്കുന്നതായിട്ടുള്ള കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സുവിശേഷത്താൽ ഞാനല്ലോ ജനിപ്പിച്ചത്. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. ഹല്ലേലൂയ. ഗുരുവാരാണ്? സർവശക്തനായ ദൈവമാണ്. എന്നാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ കുറുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവിൻ. നാം മാതൃകയാക്കുന്നത് ആരെയാണ്? സർവശക്തനായ ദൈവത്തെയാണ്. പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. യേശു സ്നേഹിച്ചവരും യേശു രോഗികളെ സൗഖ്യമാക്കിയവരും ബോധങ്ങളിൽ നിന്ന് വിടുതൽ നൽകിയവരും മരിച്ചവരെ ഉയർപ്പിച്ചവരും യേശുവിനോട് കൂടെ നിന്നവരെല്ലാവരും പിൻവാങ്ങിപ്പോയി. എത്ര വേദനാജനകമാണ്! യേശു തിരഞ്ഞെടുത്തതായിട്ടുള്ള 12 ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനെ ക്രൂശിക്കുന്നവനായിരുന്നു. യേശുവിന് എത്ര വേദന ഉണ്ടായിരിക്കും! അവൻ സൗഖ്യമാക്കിയവർ അവനെ വിട്ടുപോയപ്പോൾ, അവൻ സ്നേഹിച്ചവർ അവനെ വിട്ടുപോയപ്പോൾ, അവൻ കരം പിടിച്ചു നടത്തിയവർ അവനെ വിട്ടുപോയപ്പോൾ, അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടവർ അവനെ വിട്ടുപോയപ്പോൾ, ജീവന് തുല്യം സ്നേഹിച്ചവർ അവനെ വിട്ടുപോയപ്പോൾ, ജീവനെ നൽകി സ്നേഹിച്ചതായിട്ടുള്ളവർ അവനെ വിട്ടുപോയപ്പോൾ എത്ര വേദന യേശുവിനുണ്ടാകും. അതേ വേദനയാണ് പൗലോസിൽ കണ്ടത്, അതേ വേദനയാണ് ദൈവത്തിന്റെ ദാസനിൽ കണ്ടത്. ആ വേദനയെ മാറ്റണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവിൻ. 1 പത്രോസ് 2-ാം അധ്യായം അതിന് 21-ാമത്തെ വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക എത്ര ചെയ്തത്. ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ എല്ലാവരെയും ശോധന ചെയ്യുന്ന, എല്ലാവരെയും മനസ്സിലാക്കിയിരിക്കുന്ന, എല്ലാവരുടെയും ഹൃദയങ്ങളെയും നിരൂപണങ്ങളെയും അറിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. നിങ്ങളുള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചുകൊള്ളുവിൻ.
ക്ഷീണിച്ച് മടുത്തു പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ക്ഷീണിച്ചു മടുത്തു പോകരുത്. ദൈവവചനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. ഏലിയാവിൻ്റെ അടുക്കലേക്ക് ദൈവം ദൂതനെ അയച്ചുകൊണ്ട് അവൻ അടയും കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ എഴുന്നേറ്റ് കൊള്ളുക, തിന്നുകുടിച്ച് 7-ാമത്തെ വാക്യം. അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടുള്ള വചനം അതാണ്. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നീ ക്ഷീണിച്ചു മടുത്തു പോകരുത്, നീ പിന്മാറി പോകരുത്, നീ പുറകിലേക്ക് പോകരുത്. എന്റെ ദൂതനെ നിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകിക്കൊണ്ട് അവൻ ഇപ്രകാരം പറയുന്നു, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ഇവിടെ അവസാനിക്കേണ്ടവനല്ല നീ, ഇവിടെ തളർന്നു വീഴേണ്ടുന്നവനല്ല നീ, ഇവിടെ ഒളിച്ചിരിക്കേണ്ടുന്നവനല്ല നീ, പിന്മാറിയിരിക്കേണ്ടുന്നവനല്ല നീ. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നിന്നെ വിളിച്ചത് ഇവിടെ ഇരിക്കുവാനല്ല, നിന്നെ വിളിച്ചത് ദൂരയാത്ര ചെയ്യേണ്ടതിനാണ്. ഇന്ന് സർവശക്തനായ ദൈവം നിങ്ങളോട് പറയുന്നു, നമ്മോട് ഓരോരുത്തരോട് പറയുന്നു, നീ ഇവിടെ ഇരിക്കുവാനല്ല, തളർന്നു പോകുവാനല്ല, ക്ഷീണിച്ചു പോകുവാനല്ല, പിന്മാറി പോകുവാനല്ല, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. നിന്റെ ക്ഷീണം മാറ്റുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വിശപ്പ് മാറ്റുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ നടത്തുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏലിയാവേ, നീ ഏകനല്ല, നീ ഏകനെന്ന് ചിന്തിക്കേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരും. ഓടിച്ചു വായിക്കാം. ഇസബേൽ ഏലിയാവിന്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തന്റെ ജീവനെ അവനോട് പറയുന്നു, നിന്റെ ജീവനെ ഞാൻ കൊന്നുകളയും. എന്നാൽ ഏലിയാവ് പ്രകാരം അവൻ ഭയപ്പെട്ടു എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. ഇന്ന് ദൈവം പറയുന്നു, ക്ഷീണിച്ചു മടുത്തു പോകരുത്, നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ വിളിച്ചവനായ ഞാൻ വിശ്വസ്തനായ ദൈവമാകുന്നു. നീ എന്ത് വന്നാലും ഭയപ്പെടരുത്. പൗലോസിന്റെ ജീവിതത്തിൽ ഇവിടെ നദികളിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കപ്പൽ ഛേദം, അനവധി വട്ടം പട്ടിണി, ശീതം, നഗ്നത, കള്ള സഹോദരന്മാരായ ആപത്ത്, അങ്ങനെ അനവധി കാര്യങ്ങൾ പൗലോസിന്റെ ജീവിതത്തിൽ നേരിട്ടു. എന്നാൽ അതിലൊന്നിലും അവൻ തളർന്നു പോയില്ല, അതിലൊന്നിലും അവൻ ക്ഷീണിച്ചു പോയില്ല. കാരണം അവൻ നോക്കിയത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെയാണ്. അവൻ നോക്കിയത് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള അനുഭവം സഹിച്ചവനായ സർവശക്തനായ ദൈവത്തെയാണ് അവൻ നോക്കിയത്. അതുകൊണ്ട് അവൻ തോറ്റുപോയില്ല. ആ പ്രതിഫലം പ്രാപിപ്പാൻ, കിരീടം പ്രാപിപ്പാനിടയായി തീർന്നു. ഇവിടെ ഏലിയാവ് ഭയപ്പെട്ടു, എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. ബാല്യക്കാരൻ ഒരു സ്ഥലത്ത് വിശ്വസ്തയോടുകൂടി ഒരു സ്ഥലത്താക്കി വെച്ചിട്ട് താനും മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്നു മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ ഈ യാത്രയിൽ മരിക്കുവാൻ നീ ആഗ്രഹിക്കുന്ന അനവധി സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. മരിച്ചാൽ മതി ദൈവമേ, ഇനി എനിക്ക് മുന്നോട്ട് പോകേണ്ട, എനിക്കിനി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല, മരിക്കുന്നതാണ് എനിക്ക് നല്ലത്, ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എനിക്ക് കഴിയുകയില്ല, ഏകനായിരിക്കാൻ എനിക്ക് കഴിയുകയില്ല, എനിക്ക് മതി ദൈവമേ മതി. എന്നാൽ അതിന്റെ താഴത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു,
ഇപ്പോൾ മതി അവൻ യഹോവേ. മരിപ്പാൻ ഇച്ഛിച്ചു. എന്നിട്ടോ ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. എന്റെ പ്രാണനെ നീ ഞാൻ എടുത്തുകൊള്ളണമേ. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ലോ. നല്ലവനല്ല, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് ഒരു നന്മയുമില്ല. എൻ്റെ പിതാക്കന്മാരെ പോലെ, അബ്രഹാമിനെ പോലെ, മോശയെ പോലെ ഞാൻ ഏതുമല്ല ദൈവമേ. എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ നല്ലവനല്ല, അവരെക്കാൾ ഞാൻ കൊള്ളരുതാത്തവനാണ്. അതുകൊണ്ട് എൻ്റെ പ്രാണനെ നീ എടുക്കണം, എനിക്ക് മതി. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം, അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. തളർന്നിരിക്കുന്നവനെ ധൈര്യപ്പെടുത്തുന്ന ദൈവം, ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന ദൈവം. അവൻ മരിപ്പാൻ ആഗ്രഹിച്ചു. എന്റെ പ്രാണനെ എടുക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ദൈവം അവനോട് പറഞ്ഞത് പ്രാണനെ എടുക്കുക എന്നുള്ളതല്ല, നീ എന്തിനെങ്ങനെ ഭാരപ്പെടുന്നു എന്നുള്ളതല്ല. ദൈവം അവനോട് ചോദിച്ചത് നിന്നെ എന്തിനു വിളിച്ചു എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളതല്ല അവൻ ചോദിച്ചത്. അവൻ ചോദിക്കാതെ ഒരു കാര്യം ചെയ്തു. കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും അവന്റെ കാൽക്കൽ വെച്ചു. എന്നിട്ട് അവന്റെ തലയിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ എഴുന്നേറ്റ് തിന്നുക. ഹല്ലേലൂയ. നിന്റെ ചിന്തകളെ തെറ്റാണെന്നല്ല ദൈവം പറയുന്നത്. ആ സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം, എന്നാൽ ദൈവം അതിനെ ഓർത്ത് നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. നീ എഴുന്നേറ്റ് തിന്നുക, നീ ബലപ്പെടുക. നിന്നെ ബലപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നിന്നെ ശക്തീകരിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നിന്റെ മനസ്സിന് ബലം നൽകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ യാതൊന്നും അവനോട് പറഞ്ഞില്ല. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. എഴുന്നേറ്റ് കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് നീ തിന്നുക. അവൻ ഉണർന്നു നോക്കിയപ്പോൾ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും അവന്റെ തലക്കലിരിക്കുന്നത് അവൻ കണ്ടു. എന്നിട്ടോ അവൻ തിന്നുകുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. ഹല്ലേലൂയ. അവൻ തിന്നു കുടിച്ചു, എന്നിട്ട് അവൻ പിന്നെയും കിടന്നുറങ്ങി. കാരണം അത്ര വേദന അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ താഴ്ത്ത വാക്യം ഓടിച്ചു വായിക്കാം. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ആദ്യം അവനെ ബലപ്പെടുത്തി, അവൻ്റെ ശരീരത്തിന് ബലം നൽകി, അവന് ശരീരത്തിന് വേണ്ടുന്നതായിട്ടുള്ള ഭക്ഷണം നൽകി. എന്നിട്ട് അവനെ ഉറങ്ങുവാൻ ദൈവം അനുവദിച്ചു. ഉറങ്ങിയതിന് ശേഷം രണ്ടാമതും ദൂതൻ അടുക്കൽ വന്നുകൊണ്ട് അവനെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പ്രകാരം പറഞ്ഞു, നീ വീണ്ടും ഭക്ഷണം കഴിച്ചു കൊള്ളുക. എന്നിട്ട് അവനോട് പറയുന്നു, ഒരൊറ്റ കാര്യം, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനും ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇവിടെ കിടക്കുവാനല്ല. ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ മരുഭൂമിയിൽ നിന്റെ ജീവനെ എടുക്കുവാനല്ല. നിന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂരയാത്ര നിനക്ക് ചെയ്യുവാനായിട്ടുണ്ട്. ഒരു ദൂരയാത്ര നിനക്ക് ചെയ്യുവാനായിട്ടുണ്ട്. നിന്നെ വിളിച്ചത് ആ ദൂരയാത്രയിലേക്ക് പോകുവാനാണ്. ആ ലക്ഷ്യം വെച്ച ലാക്കിലേക്ക് നോക്കി ഓടേണ്ടതിനാണ് നിന്നെ വിളിച്ചത്. ഇവിടെ കിടക്കേണ്ടതിനല്ല. നീ ഭക്ഷണം കഴിച്ചു കൊള്ളുക, ഇവിടെ ഞാൻ നിന്നെ കിടത്തുകയില്ല. ദൈവത്തിന്റെ സ്നേഹമാണ് അവിടെ കാണുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യം വരെയും വഴി നടത്തുവാൻ അവൻ ശക്തനാണ്. തോറ്റുപോയി എന്ന് തോന്നാം, എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് തോന്നാം, ഭയപ്പാട് നിന്റെ ജീവിതത്തിലുണ്ടാകാം, ക്ഷീണിച്ചു പോയെന്നിരിക്കാം. എന്നാൽ നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനായ ദൈവമാണ്. നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നിന്നെ വിളിക്കുന്നവൻ വാക്കുമാറാത്തവനാണ്. നിന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നവനല്ല, തളർന്നിരിക്കുന്നവനെ ബലപ്പെടുത്തുന്നവനാണ് ദൈവം.
ക്ഷീണിക്കുന്നവനെ ശക്തീകരിക്കുന്നവനാണ് ദൈവം. ഉറങ്ങുന്നവനെ എഴുന്നേൽപ്പിക്കുന്നവനാണ് ദൈവം. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട്. അതിന്റെ താഴത്തെ വാക്യം വായിക്കാം. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഹല്ലേലൂയ. അവൻ 40 രാവും 40 പകലും ഈ ആഹാരത്തിന്റെ ബലം കൊണ്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം അവൻ നടന്നു. ഹല്ലേലൂയ. അവൻ നിന്നെ ശക്തീകരിക്കുന്നവനാണ്. നിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നവനാണ് ദൈവം. ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ഞാൻ തന്നതല്ലാതെ നിനക്കൊന്നുമില്ല. എൻ്റെ കൃപയാണ്, എൻ്റെ സ്നേഹമാണ്, എൻ്റെ ദീർഘക്ഷമയാണ്, എൻ്റെ മനസ്സലിവാണ്, എൻ്റെ വിശ്വസ്തതയാണ് നിന്നെ ആ പർവ്വതത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഇവിടെ വായിച്ചു കേട്ടത് ഈ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം അവൻ നടന്നു. അതിനുശേഷം അവിടെ അവൻ ഒരു ഗുഹയിൽ കടന്ന് അവിടെ ചെന്നവൻ ഒരു ഗുഹയിൽ കടന്ന് രാപ്പാർത്തു. അപ്പോൾ അന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് അവനോട്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? മൂന്നാമതാണ് ദൈവം അവന്റെ അടുക്കൽ വന്നത്. യഹോവയുടെ അരുളപ്പാട് അവൻ കേട്ടു. ഏലിയാവേ, ഇവിടെ നിനക്കെന്ത് കാര്യം? അതിന്റെ താഴത്തെ വാക്യം. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. നീ പുറത്തു വന്ന പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കാം. നീ ഗുഹയിൽ ഒളിച്ചിരിക്കേണ്ടുന്നവനല്ല. ചൂരച്ചെടിയുടെ തണലിൽ കിടക്കേണ്ടുന്നവനല്ല. നീ ഉറങ്ങേണ്ടുന്നവനല്ല. നിനക്ക് ദൂരയാത്ര ചെയ്യുവാനായിട്ടുണ്ട്. ദൈവം അവനോട് പറയുന്നു, നീ എഴുന്നേൽക്കുക, എന്റെ പർവ്വതത്തിൽ വന്ന് നിൽക്കുക. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിപ്പാനായിട്ടുണ്ട്. ഈ ലോകത്തിൽ ആരും നിന്നോട് കൂടെ ഇല്ല എന്ന് നിനക്ക് തോന്നൽ വേണ്ട. നിന്നോട് കൂടെ ഞാനുണ്ട്. എൻ്റെ പർവ്വതത്തിൽ വന്ന് നിൽക്കാം. ഇവിടെ വെച്ചല്ല നിന്നോട് സംസാരിക്കുന്നത്, എൻ്റെ പർവ്വതത്തിലാണ് നിന്നോട് സംസാരിക്കുന്നത്. എൻ്റെ പർവ്വതത്തിലേക്ക് നീ കടന്നു വരിക. ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ പർവ്വതം ഈ ആലയമാണ്. ഈ പർവ്വതത്തിലേക്ക് നിനക്ക് എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം ക്ഷീണമുണ്ടോ, എന്തെല്ലാം മടുപ്പുണ്ടോ, ഈ പർവ്വതത്തിൽ നിനക്ക് മറുപടി നൽകുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഈ ആലയത്തിലുണ്ട്, ഈ പർവ്വതത്തിലുണ്ട്. ആരെന്നൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, ഈ പർവ്വതത്തിൽ ഞാനുണ്ട്. ഈ പർവ്വതത്തിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. ആ പർവ്വതത്തിൽ ഞാൻ നിന്നോട് സംസാരിക്കും. ഇവിടെ വായിച്ചു കേട്ടത്, നീ പുറത്ത് യഹോവയുടെ മുമ്പാകെ നിൽക്കാം. നീ നിൽക്കേണ്ടത് ദൈവത്തിന്റെ മുമ്പാകെയാണ്. നീ മനുഷ്യരുടെ മുമ്പാകെയല്ല, ദൈവത്തിന്റെ മുമ്പാകെയാണ് നിൽക്കേണ്ടത്. നീ എൻ്റെ മുമ്പാകെ വന്ന് നിൽക്കാം. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. അതിനുശേഷം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി, യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. അതിനുശേഷം കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. വലിയൊരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന് ശേഷം ഒരു തീ വന്നു. യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഹല്ലേലൂയ. നിന്നെ എങ്ങനെയാണ് മടക്കി കൊണ്ടുവരേണ്ടത് എന്ന് സർവശക്തനായ ദൈവത്തിന് അറിയാം.
നിന്നോട് സ്നേഹമായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നോട് മൃദുവായി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്നെ ദൂരയാത്ര ചെയ്യിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. ആ തീയുടെ ശേഷം ഒരു മൃദുവായ ശബ്ദം അവൻ കേട്ടു. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. തീയുടെ ശേഷം സാവധാനത്തിൽ, തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി. ഏലിയാവ് അത് കേട്ട് പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്നു. പുതപ്പ് കൊണ്ട് മുഖം മൂടി അവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ ദൈവം മതിയായവനാണ്. ആ മൃദുവായ ശബ്ദം അവൻ കേട്ടപ്പോൾ അവൻ പുതപ്പ് കൊണ്ട് മുഖം മൂടി. അവന്റെ തെറ്റുകളെല്ലാം അവന് ബോധ്യമായി. അവൻ ക്ഷീണിച്ചു പോയെന്നും അവൻ മടുത്തുപോയെന്നും അവൻ പിന്മാറിപ്പോയി എന്നും മരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്നും ദൈവമേ നീ പറഞ്ഞതുപോലെ നടക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്തയാണ് പുതപ്പ് അവന്റെ മുഖം മൂടുവാനിടയായി തീർന്നത്. ഇവിടെ വായിച്ചു കേട്ടത്, ആ ശബ്ദം അവൻ കേട്ട് കഴിഞ്ഞപ്പോൾ തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് അവൻ പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. ഗുഹാമുഖത്ത് അവൻ വന്ന് നിന്നു. ഹല്ലേലൂയ. നീ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിലേ പുറത്തേക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ശബ്ദത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സാധ്യമല്ല. ഇന്ന് ക്ഷീണിച്ചു മടുത്തു പോയതായിട്ടുള്ള നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, യാത്ര അവസാനിപ്പിച്ചതായിട്ടുള്ള നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുന്നു. നീ എഴുന്നേറ്റ് പുറത്തേക്ക് വരണം. നിന്റെ തെറ്റുകളെല്ലാം ദൈവത്തിനു മുമ്പാകെ നീ ഏറ്റുപറയണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റിപ്പോയി, കുറ്റങ്ങൾ പറ്റിപ്പോയി, പോരായ്മകൾ എൻ്റെ ജീവിതത്തിൽ വന്നു, അവിശ്വസ്തത വന്നു, അനുസരണക്കേട് വന്നു, നീ ഏൽപ്പിച്ച വേലയിൽ വിശ്വസ്തനായിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കേണ്ടതിനാണ് നമ്മെ ഈ അവസാന നാളിൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അവൻ പുറത്തു വന്ന് നിന്നു. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. അതിനുശേഷമാണ് അവൻ വ്യക്തമായ ഒരു ശബ്ദം കേട്ടത്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? എന്നാൽ അതിന്റെ താഴത്തെ വാക്യം, അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു, നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ. യഹോവ അവനോട് അരുളി ചെയ്തതെന്നാൽ, നീ പുറപ്പെട്ട് ദമ്മശ്ശേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. സാഫാത്തിന്റെ മകനെ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹൂ കൊല്ലും, യേഹൂവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ എലീശ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. നീ ഏകനല്ല, 7000 പേരെ നിന്നോടൊപ്പം ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. സർവശക്തനായ ദൈവവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോട് ഓടുക. നീ ഒരുവനല്ല, ബാലിന് മുഴങ്കാൽ മടക്കാത്തതായിട്ടുള്ള 7000 പേര് വേറെ എനിക്കുണ്ട്. അവരെ ഞാൻ നടത്തുവാൻ മതിയായവൻ, നിന്നെ ഞാൻ നടത്തുവാൻ മതിയായവൻ. എന്നാൽ അതിന്റെ താഴത്തെ വാക്യം കൂടി വായിക്കാം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച, ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിക്കിടന്ന, ഗുഹാമുഖത്തൊളിച്ചിരുന്നതായിട്ടുള്ള ഏലിയാവ് അവന്റെ ശബ്ദം കേട്ടപ്പോൾ യാത്ര പുറപ്പെട്ടു. അനേക ശബ്ദങ്ങൾ നിന്നെ പുറകിലേക്ക് നയിക്കും, എന്നാൽ യഹോവയുടെ ശബ്ദം നിന്നെ മുമ്പിലേക്ക് നയിക്കും. യഹോവയുടെ ശബ്ദം കേട്ടാൽ നീ എഴുന്നേറ്റ് പുറത്തു വരും.
അവന്റെ ശബ്ദം നീ കേട്ടാൽ നീ അവൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കും. അവന്റെ ശബ്ദം നീ കേട്ടാൽ അവൻ പറഞ്ഞതെല്ലാം നിവൃത്തിയാകും. അവൻ പറഞ്ഞതുപോലെ ഏലിയാവിനോട് യഹോവ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം അവൻ ചെയ്തു. എന്നാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും അവനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ യഹോവ അവനെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് ജീവനോടുകൂടെ കൊണ്ടുപോയി. ഹല്ലേലൂയ. നിന്നെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്. നിന്നെ കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം. മരുഭൂമിയിൽ നീ കിടന്നു എങ്കിൽ, അവിടെ നീ വീണ് ചത്തു എങ്കിൽ, ആ മരുഭൂമിയിലായിരിക്കും നിന്റെ അവസാനം. ഗുഹയിലാകുന്നു നിന്റെ അവസാനമെങ്കിൽ, അതാണ് നീ ആഗ്രഹിച്ചത്, അവിടെ ആകുന്നുവെങ്കിൽ നീ ഉടലോടെ സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയുമായിരുന്നില്ല. നിന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങളെല്ലാം ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നീ പിന്മാറി പോകേണ്ടതിനല്ല, നിന്നെ ഉടലോടുകൂടെ എടുക്കുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്നെ ഉയർത്തുവാൻ ദൈവം മാനിക്കുന്നു. നീ ക്ഷീണിച്ചു പോകല്ലേ, നീ തോറ്റു പോകല്ലേ, നീ തളർന്നു പോകല്ലേ. ദൂരയാത്ര നിനക്ക് ചെയ്യുവാനായിട്ടുണ്ട്. ദൂരയാത്ര നിനക്ക് ചെയ്യുവാനായിട്ടുണ്ട്. നിന്നെ ജീവനോടുകൂടെ എനിക്ക് വേണം. ഏലിയാവ് ഏലീശ അഭിഷേകം ചെയ്തു. യേഹൂവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവൻ പറഞ്ഞതെല്ലാം വേഗത്തിൽ അവൻ ചെയ്തെടുത്തു. അവൻ പറഞ്ഞത് വേഗത്തിൽ ചെയ്തപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. നീ മരിക്കുവാനല്ല ആഗ്രഹിക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനാണ് ആഗ്രഹിക്കേണ്ടത്. എന്ത് കഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം വേദനകൾ വന്നാലും, മരിക്കുവാനുള്ള തീരുമാനത്തിന്റെ അടുക്കൽ വരെ നീ എത്തിയാലും, ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള ഉദ്ദേശം നിവൃത്തിയാകുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. നിന്റെ മൃദുവായ സ്വരം എന്നെ നീ കേൾപ്പിക്കണമേ. ഞാൻ പുറത്ത് വരട്ടെ കർത്താവേ. എന്റെ പാപങ്ങളെല്ലാം നിന്നോട് ഏറ്റുപറയട്ടെ. നിന്റെ പർവ്വതത്തിൽ നിന്റെ മുമ്പാകെ ഞാൻ നിൽക്കട്ടെ. നീ പറഞ്ഞതെല്ലാം ചെയ്യുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. നീ പറഞ്ഞതെല്ലാം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ദൂരയാത്ര ചെയ്യുവാൻ എന്നെ നീ സഹായിക്കണമേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നിന്നോടൊപ്പം ചേരുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങനെ പ്രാർത്ഥിപ്പാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ഉള്ളിലെല്ലാം ക്ഷീണമായിരിക്കാം, നിങ്ങളുടെ ഉള്ളിലെല്ലാം മടുപ്പായിരിക്കാം. എന്നാൽ തൻ്റെ ദൂതനെ അയച്ച് നിങ്ങൾ ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള അപ്പവും തുരുത്തിയിൽ വെള്ളവും നൽകി നിങ്ങളെ ഭക്ഷിപ്പിക്കുന്ന, നിങ്ങളെ തൃപ്തിയോടുകൂടി നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിന്നോട് മൃദുവായ സ്വരത്തിൽ സ്നേഹത്തോടുകൂടെ ക്ഷമയോടുകൂടെ ദീർഘക്ഷമയോടുകൂടെ മനസ്സലിവോടുകൂടെ നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ മുഖം മറച്ച് പുറത്തു വന്ന് നിന്നാൽ മതി. നീ പുറത്തേക്ക് വന്നാൽ മതി. ഈ പർവ്വതത്തിൽ നിന്നോട് അവൻ സംസാരിക്കും. തകർന്ന ഒരു ഹൃദയം നിനക്ക് മതി. ഈ പർവ്വതത്തിൽ നിന്നോട് അവൻ സംസാരിക്കും. നിന്റെ തെറ്റുകളെ കുറിച്ചുള്ള ബോധ്യം മതി. ഈ പർവ്വതത്തിൽ നിന്നോട് സംസാരിക്കും. ഈ പർവ്വതത്തിൽ വീണ്ടും നിന്നെ ബുദ്ധി ഉപദേശിക്കുന്ന ദൈവമുണ്ട്. നിന്നെ വിളിച്ചത് എന്തിനാണ്? നിന്നെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? നിനക്ക് ഈ അപ്പം തന്നത് എന്തിനാണ്? നിന്നെ നടക്കുവാൻ പറഞ്ഞത് എന്തിനാണ്? നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞത് എന്തിനാണ്? അത് നിവർത്തിപ്പാൻ നിന്റെ ദൈവം മതിയായവനാണ്. ആര് എന്തൊക്കെ പറഞ്ഞാലും, ആര് എന്തൊക്കെ വിധിച്ചാലും, ആര് എന്തൊക്കെ തീരുമാനങ്ങൾ പറഞ്ഞാലും, എന്തെല്ലാം പറഞ്ഞാലും ആത്മാവില്ല എന്നോ ഇവിടെ പണ്ടത്തെ പോലെ അല്ല എന്നോ എന്ത് പറഞ്ഞാലും നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ക്ഷീണിച്ചു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. എല്ലാവരോടും അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള എല്ലാവരോടും
ഇന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നീ ക്ഷീണിച്ച് മടുത്തു പോകരുത്. പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നീ ധ്യാനിച്ചു കൊള്ളേണം. നിന്റെ അടുക്കൽ താഴ്ന്നിറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉണർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തെറ്റുകളെ ബോധ്യം വരുത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ കൊണ്ട് ശുശ്രൂഷകൾ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ നിന്നെ നടത്തുവാൻ മതിയായവൻ. മാലിന് മുഴങ്കാൽ മടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിരിക്കുന്നു. 7000 പേര് എനിക്കുണ്ട്. എന്നാൽ നിന്നെ ഞാൻ വിളിച്ചത് നീ തന്നെ നിവർത്തീകരിക്കണം. പിന്മാറിപ്പോകാതെ, ഒളിച്ചിരിക്കാതെ കർത്താവിന് വേണ്ടി മുൻപോട്ട് പോകണം. അതാണ് ഈ വചനം നമ്മെ കേൾപ്പിച്ചത്. ഈ 11 മാസത്തിൽ നാം ഒളിച്ചിരിക്കുന്നവനായിരുന്നു, പിന്മാറിയിരിക്കുന്നവനായിരുന്നു, ക്ഷീണിച്ചിരിക്കുന്നവനായിരുന്നു. എന്നാൽ നിന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നീ ഇപ്രകാരം മരിക്കേണ്ടുന്നവനല്ല, തീരേണ്ടുന്നവനല്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നിന്നിൽ കൂടെ അനവധി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് എനിക്കുണ്ട്. നിന്നെ ജീവനോടുകൂടെ എനിക്ക് വേണം. അതെൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നീ അവൻ്റെ കാൽക്കൽ വീഴുക. നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനോ. ഏലിയാവേ, നീ അപ്പം ഭക്ഷിച്ച് ഈ വെള്ളം കുടിച്ച് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുക. നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്, ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. മടുത്തു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ, തളർന്നു പോകല്ലേ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാന ശ്വാസം പോകുന്നത് വരെ കർത്താവിൻ്റെ ബലമുള്ള കരത്തിൻ താഴ്ന്നിരിക്കാം. മൃദുവായി നിന്നോട് സംസാരിക്കുന്ന ആ ശബ്ദത്തിനായി നീ ചെവി കോർക്കാം. നിന്നോട് സംസാരിക്കുന്നതായിട്ടുള്ള ആ വചനം നിവൃത്തിയാക്കുവാൻ നീ എഴുന്നേറ്റ് യാത്ര പുറപ്പെടുന്നവനായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.